കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തെ ആകെ ഇളക്കിമറിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികൾക്ക് കുറ്റപത്രം എന്ന് നൽകുമെന്ന് ഒടുവിൽ വ്യക്തമായി. മാർച്ച് 31-ന് കുറ്റപത്രം നൽകുമെന്ന് SIT കോടതിയെ അറിയിച്ചു. ഇന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവും പുറത്തുവന്നു. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക പാളികളിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നുമെല്ലാം SIT ശേഖരിച്ച സ്വർണ്ണപ്പാളിയുടെ സാമ്പിളുകൾ ജംഷഡ്പൂരിലെ ലബോറട്ടറിയിൽ പരിശോധിക്കും. ദേശീയ ലബോറട്ടറി പരിശോധനയ്ക്ക് അനുമതി നൽകിയെന്ന് SIT കോടതിയെ അറിയിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഷബ്ന ചേരുകയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷബ്ന, എന്തായാലും ഇനി മാർച്ച് 31 വരെ കാത്തുനിന്നാൽ മതി. കുറ്റപത്രം എന്ന് സമർപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പായിട്ടുണ്ട്. അതോടൊപ്പം ഇനി സ്വാഭാവിക ജാമ്യം തേടി ഓരോ ആളുകളായി പുറത്തു വരുന്ന സാഹചര്യത്തിന് ഒടുവിൽ അവസാനമാവുകയാണ്. രജീഷ്, തീർച്ചയായും ഈ സ്വാഭാവിക ജാമ്യം തേടി പ്രതികൾ പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷം അടക്കം ഇത്തരത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിലെ അപാകതയാണ്, SITയുടെ പിടിപ്പുകേടാണ് തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ചിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ SIT കോടതിയെ അറിയിച്ചത് മാർച്ച് 31-നകം സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കും എന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്നു. കോടതി അത് രേഖപ്പെടുത്തുകയും ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് പതിവ് പോലെ നേരിട്ട് ഹാജരായാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. 2 കേസുകളിൽ, അതായത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ SITയും കൊടിമരവുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസുമാണ് നേരിട്ടെത്തിയ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ചാണ് ദേവസ്വം ബെഞ്ച് ഇപ്പോൾ ഇടക്കാല ഉത്തരവിട്ടിട്ടുള്ളത്. ഈ ഇടക്കാല ഉത്തരവിലാണ് ഈ ജംഷഡ്പൂരിലെ ലബോറട്ടറിയിൽ സാമ്പിളുകൾ പരിശോധിക്കാൻ കോടതി അനുമതി നൽകിയതായി പുറത്തു വരുന്നത്. കാരണം ഈ ലബോറട്ടറി സൗജന്യമായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചതായി SIT ഇന്ന് കോടതിയിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളത്. 36 സാമ്പിളുകളാണ് SIT ശേഖരിച്ചിട്ടുള്ളത്. 30 സാമ്പിളുകൾ സ്വർണ്ണപ്പാളിയിൽ നിന്നും 6 സാമ്പിളുകൾ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുമാണ് ശേഖരിച്ചത് എന്ന് SIT അറിയിച്ചു. ഈ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയക്കുന്നത്. അത്യാധുനിക പരിശോധന അത്യാവശ്യമാണ് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ എന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊന്ന്, പ്രതികളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള രേഖകൾ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് SIT അറിയിച്ചത്. മൊബൈൽ ഫോണുകളുടെ പരിശോധന സംബന്ധിച്ച് അതിന് വിവിധ മൊബൈൽ കമ്പനികൾ ഇതിൽ സഹകരിക്കണം എന്ന് ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. കൊടിമരവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വിജിലൻസിലെ DYSP ഹരിയെ ചുമതലപ്പെടുത്തിയതായി സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായെന്നും സർക്കാർ അറിയിച്ചു, അല്ലെങ്കിൽ വിജിലൻസ് അറിയിച്ചു. ഇതിൽ ഈ DYSP അസിസ്റ്റ് ചെയ്യുന്ന അംഗങ്ങളെ ഉടൻ തന്നെ തീരുമാനമാകുമെന്നും 30 ദിവസത്തിനകം കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അന്വേഷണവും പൂർത്തീകരിക്കും എന്നാണ് ഇന്നിപ്പോൾ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. മാർച്ച് 26-നായിരിക്കും ഇനി ഈ ഹർജി കോടതി പരിഗണിക്കുക. ശരി ഷബ്ന, എന്തായാലും 2 കേസുകളിലും, അത് കൊടിമര പുനഃപ്രതിഷ്ഠ കേസായാലും അത് സ്വർണ്ണക്കൊള്ളയുടെ മറ്റ് കേസുകളായാലും തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തമായ തീയതി പുറത്തു വരുന്നു എന്നതാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതോടെ കോടതിയും വ്യക്തമാക്കുന്നത്. മാർച്ച് 31-നകം എന്തായാലും കുറ്റപത്രം സമർപ്പിക്കാൻ SIT ഒരുങ്ങുകയാണ്.